ഹായ്. പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാവിലത്തെ ഒരു നടത്തത്തെ പറ്റിയാണ്. ഇതിപ്പം രാവിലെ ഒരു 6-6:30 സമയത്തുള്ള ഒരു നടത്തമാണ്. ഒരു ഏഹ്, ഏഹ്, നീണ്ട ഒരു റോഡിൻ്റെ ഫുട്പാത്തിലൂടെയുള്ള ഒരു നടത്തം. ഇപ്പം പലരും വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പലർക്കും സമയം കണ്ടെത്താൻ കഴിയാറില്ല. അതേപോലെ തന്നെ പിന്നെ പലരും ജിമ്മിലൊക്കെ ആയിരിക്കും ഈ വ്യായാമം കൂടുതലും ചെയ്യുക. അവിടുത്തെ എക്യുപ്മെൻ്റ് അതാണ് ഏറ്റവും നല്ല വ്യായാമ രീതി എന്ന് പലരും കരുതാറുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നവരാണെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും രാവിലെ പുറത്തേക്കിറങ്ങി വഴിയിലൂടെ ഒന്ന് നടക്കുക. ഒരുപാട് സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുൻപ് ചെറിയ വെളിച്ചത്തിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തു കൂടി ഇങ്ങനെ ഒരല്പ ദൂരം നടക്കുന്ന 1-2 കിലോമീറ്റർ നടക്കുന്നതോ അല്ലെങ്കിൽ ജോഗിങ്ങോ ഏറ്റവും നല്ല കാര്യമായിരിക്കും വ്യായാമത്തിന്. അത് നമ്മളുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും വല്ലാതെ ഒരു തണുപ്പിക്കുകയും നല്ലൊരു എനർജി തരികയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ്. അപ്പം രാവിലത്തെ വ്യായാമം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കഴിയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി അടുത്തത് നമുക്ക് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും നമ്മൾ ഒരു അരമണിക്കൂർ രാവിലെ അത് ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂടാതെ പറ്റില്ല. അപ്പം ഏറ്റവും നല്ല എനർജി ബൂസ്റ്ററാണ് രാവിലത്തെ നടത്തം. അതിപ്പം നമ്മൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് രാവിലെ എണീറ്റ് നടക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി കുറേ കാര്യമുണ്ട്. ചായ, അത് കഴിഞ്ഞിട്ട് കുളി, പിന്നെ നല്ല ഉഷാറായിട്ട് ബാക്കിയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം രാവിലത്തെ പത്രമാണ്. ആ പത്രവായനയോടുകൂടി നമ്മുടെ ദിനചര്യ തുടങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.